പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇത് ഉയർപ്പിന് ശേഷമുള്ള 4-ാം ഞായർ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 28-ാമത്തെ എപ്പിസോഡ്. ആദ്യമായി സുവിശേഷം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു, ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളിവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തകർന്നടിഞ്ഞ അവരുടെ ജീവിതത്തെ ഒന്നുകൂടി പുനരുദ്ധരിച്ച് നിരാശരായവർക്ക് വീണ്ടും ആശ കൊടുത്ത് അവരുടെ ജീവിതം ഒരു സെലിബ്രേഷൻ, ആഘോഷമാക്കി കർത്താവ് മാറ്റി. ഈ വലിയ ആവേശത്തിൽ അവരെ രാത്രിയാണെന്നോ വിശപ്പാണെന്നോ ഉറക്കമാണെന്നോ ഒന്നും അറിയാതെ പാതിരാത്രിക്ക് തന്നെ മടക്കയാത്ര നടത്തി അവര് ശിഷ്യ സമൂഹത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം വീണ്ടും യേശു ആ ശിഷ്യ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൽ ആമുഖമായി പറയാനുള്ളത്, യേശു 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് മനുഷ്യപുത്രൻ മരിച്ച് ഉയർക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഇറ്റ് വാസ് എ ഡിവൈൻ നെസസിറ്റി. അതൊരു ചോയ്സ് അല്ല, അത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കണം. യേശു ശിഷ്യന്മാരോടൊപ്പം നടന്നിരുന്ന സന്ദർഭത്തിൽ പല പ്രാവശ്യം കർത്താവ് ഈ പീഡാനുഭവം മരണവും അവരോട് മുൻകൂറായി അറിയിച്ചു. ഉദാഹരണമായി ലൂക്ക 9:22 മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വീണ്ടും പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം
അത് നിഗൂഢമായിരുന്നു. അതേപ്പറ്റി ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 44 45 വാക്യങ്ങൾ. 1, അവരുടെ കണ്ണ് മൂടപ്പെട്ടിരുന്നു. 2, കർത്താവിൻ്റെ പീഡാനുഭവം, മരണം, ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ശിഷ്യന്മാർ ധൈര്യപ്പെട്ടില്ല. 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആമുഖമായി പറയാനുള്ള വേറൊരു കാര്യം, മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം, ദ ഹോൾ സ്ക്രിപ്ചർ, പഴയ നിയമവും പുതിയ നിയമവും എല്ലാം അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് യേശുവിലാണ്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലുമാണ് നമ്മുടെ ബൈബിൾ മൊത്തം അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. മൂന്നാമതായി, ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാതാവ്, ഇൻ്റർപ്രറ്റർ ആരാണ്? ജീസസ് ഈസ് ദ അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്റർ ഓഫ് ദ മീനിങ് ആൻഡ് ത്രസ്റ്റ് ഓഫ് സ്ക്രിപ്ചർ. അപ്പോൾ യേശു ഒരു വചനം നമ്മളോട് വിവരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം എന്ന് നമ്മൾ പറയേണ്ടതില്ല. അതാണ് അൾട്ടിമേറ്റ്, അതിനുശേഷം വേറൊന്നുമില്ല. അപ്പോൾ യേശു ഈ സുവിശേഷ ഭാഗത്ത് വ്യാഖ്യാതാവായി, എക്സജീറ്റായിട്ട്, ഇൻ്റർപ്രറ്ററായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി നമുക്ക് ഈ വേദഭാഗത്തേക്ക് വരാം. ആസ് ദേ വേർ സ്പീക്കിംഗ്, അവര് യേശു ഉത്ഥാനം ചെയ്തു, നമ്മൾ കണ്ടു, പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ മധ്യത്തിൽ വന്ന് നിലകൊണ്ടു. ഈ സ്റ്റാൻഡിങ് ഈസ് എ പോസ്ചർ ഓഫ് റിസറക്ഷൻ. ഉദാഹരണമായിട്ട് വെളിപാട് പുസ്തകം 5:6, 5-ാം വാക്യം, കൊല്ലപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു കുഞ്ഞാട് 4 കാലിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. കാരണം ഈ കുഞ്ഞാടിൻ്റെ ചങ്കിലൂടി ഒരു കത്തി കടത്തി അതിൽ നിന്ന് രക്തം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടു എന്ന് തോന്നുന്ന കുഞ്ഞാട് 4 കാലിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. അതുപോലെ വെളിപാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ 7 ദീപങ്ങളുടെ മധ്യേ നടക്കുന്നവനായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. 7 ദീപങ്ങൾ 7 സഭകളുടെ പ്രതീകമായിരുന്നു. അതിനാൽ അക്കാലത്ത് ഏഷ്യ മൈനറിൽ പൗലോസ്ലീഹായും മറ്റ് ശിഷ്യന്മാരും സ്ഥാപിച്ച ഈ 7 സഭകളുടെ മധ്യേ നടക്കുന്നവനായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണിച്ചിരിക്കും. അതിനാൽ ഇവിടെ ശിഷ്യ സമൂഹത്തിൽ അവർ യേശുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാതിലുകളും ജനലുകളും അടച്ചിരിക്കെ യേശു അവരുടെ മധ്യത്തിൽ വന്ന് നിലകൊണ്ടു എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ ആദ്യമേ പറഞ്ഞത്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. ഇത് യഹൂദരെ സംബന്ധിച്ച് ഒരു സാധാരണ ഗ്രീറ്റിംഗ് ആണ്. ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെയുള്ളൂ ഷാലോം എന്നുള്ള വാക്ക്. എന്നാൽ ഈ ഷാലോം എന്ന വാക്ക് ഒത്തിരി അർത്ഥങ്ങളുള്ളതാണ്. സലാം അലൈക്കും എന്ന് പറയുന്ന ആ സലാമും, സുറിയാനിലെ സ്ലോമോയും ഹീബ്രുവിലെ ഷലോമും എല്ലാം ഒരേ വാക്ക് തന്നെ. സ്ലേമോൻ എന്ന് പറഞ്ഞാലും സമാധാനത്തിൻ്റെ രാജാവ് എന്നാണല്ലോ. അപ്പോൾ ഈ വാക്കുകൾ അർത്ഥരഹിതമായി നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ബൈബിളിൽ അതിന് വളരെ അർത്ഥമുണ്ട്. ഷാലോം, പീസ്, പൗലോസ്ലീഹ പറഞ്ഞു, അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ പൊളിച്ചു കളയുകയും ചെയ്തു. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനമാണ്. യേശു നമുക്ക് സമാധാനം തരിക മാത്രമല്ല, അവൻ തന്നെയാണ് സമാധാനം.
കാരണം ലോകത്തിൽ വേറെ ആരും ചെയ്യാത്തവണ്ണം ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിച്ചു. മാത്രമല്ല, മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിച്ചു. ഇവിടെ ദൂരസ്ഥർ എന്ന് വിളിക്കുന്ന പുറജാതികളാണ്, സമീപസ്ഥർ എന്ന് പറയുന്ന യഹൂദരാണ്. ഈ ദൂരസ്ഥർ പുറജാതികളുടെയും യഹൂദരുടെയും നടുവിൽ ഉണ്ടായിരുന്ന, അവരെ പരസ്പരം വേർതിരിച്ചിരുന്ന മതില് യേശു പൊളിച്ചു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ 14:27, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ലോകം എങ്ങനെയാണ് സമാധാനത്തെ മനസ്സിലാക്കുക? ഭാര്യയും ഭർത്താവും നിരന്തരം കലഹിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയാം, കുടുംബത്തിൽ തീരെ സമാധാനമില്ല. അല്ലെ, അപ്പനും മക്കളും തമ്മിൽ കലഹിക്കുന്ന, അവിടെ സമാധാനമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ പോരാടുമ്പോൾ അവിടെ സമാധാനത്തിൻ്റെ കുറവുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സമാധാനത്തെ മനസ്സിലാക്കുക. വഴക്കില്ലാത്ത, യുദ്ധമില്ലാത്ത, അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരു അവസ്ഥ. എന്നാൽ ഇത് സ്വസ്ഥതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വഴക്കില്ലാത്ത, യുദ്ധമില്ലാത്ത, എല്ലാ ഐശ്വര്യപൂർണമായ അവസ്ഥ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൈബിൾ സംബന്ധിച്ച് യേശുവാണ് സമാധാനം. ഈ സമാധാനം സ്ഥാപിച്ചത് ദൈവവും മനുഷ്യരും തമ്മിൽ ഉള്ള ബന്ധം യേശു തൻ്റെ മരണത്താൽ വീണ്ടെടുത്തു. ഇത് വേറൊരു മത നേതാവിനോ ഒന്നും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. യേശു മാത്രമേ ലോകത്തിന് വേണ്ടി മരിക്കുകയും പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നു നമ്മളെ, ശത്രുതയിലായിരുന്നു നമ്മളെ, ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും ചെയ്തു. അതുവഴിയാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. ഇനിയും യേശു അവർക്ക് സമാധാനം ആശംസിച്ചെങ്കിലും ഇവിടെ ശിഷ്യന്മാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഡബിൾ വെർബ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. They were terrified and frightened. അത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് ആ വാക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ല. അവർ ഭയന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അതിൻ്റെ മാക്സിമം പറയാൻ വേണ്ടിയിട്ട് എംഫാറ്റിക്കായിട്ട് they were terrified and frightened എന്നാണ് പറഞ്ഞിരിക്കുന്നത്. POC ബൈബിളിൽ അവർ ഭയന്ന് വിറച്ചു എന്നാണ് പറഞ്ഞത്. കാരണം ഇന്ന് പോലും ഈ 2021 പോലും യക്ഷിക്കഥകൾ നമ്മുടെ നാട്ടിൽ പരക്കുന്നു. ഭൂതം, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന് പേടിയാണ്. ഇത്രയധികം വിദ്യാഭ്യാസവും സംസ്കാരമുള്ള ഈ കാലത്ത് അങ്ങനെയാണെങ്കിൽ 2000 വർഷം മുമ്പ് വിദ്യാഭ്യാസവും സയൻസും ഒന്നും ഇത്രയധികം പുരോഗമിച്ചില്ലായിരുന്ന കാലത്ത് മനുഷ്യന് ഭൂതത്തെക്കുറിച്ച്, പ്രേതം, ഇതിനെക്കുറിച്ച് ഭയങ്കര പേടിയായി. അപ്പോൾ യേശു സമാധാനം ആശംസിച്ചെങ്കിലും അവർക്ക് പേടിയാണ് ഉണ്ടായത്. പക്ഷേ യേശു എന്താണ് അവരുടെ ചിന്ത യേശു മനസ്സിലാക്കി. ഈ ചിന്തകൾ അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സിൽ നിരന്തരമായിട്ട് ഇങ്ങനെ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഇത് ഭൂതമാണോ, മനുഷ്യനാണോ, ഇത് ഗുരുവാണോ, അതോ വെറും ഒരു ഫാൻറ്റം, നമ്മുടെ തോന്നലാണോ? ഇങ്ങനെ അവരുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ വന്ന് തൊട്ടു നോക്കുകയും. യേശു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വെളുപ്പാൻ കാലത്ത് മറിയ മഗ്ദലേന യേശുവിൻ്റെ പാദത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്നെ നീ തൊടരുത്. തൊടരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് നോക്കുന്ന കാര്യമല്ല, എൻ്റെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കരുത്. നിനക്കൊരു മിഷനുണ്ട്. ഇങ്ങനെ കിടന്ന് കൂവിക്കരയാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ. ഈ സദ്വാർത്ത നീ പോയി എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക. ദാറ്റ്സ് യുവർ ഫസ്റ്റ് മാൻഡേറ്റ്. ഈ ആജ്ഞ നീ പോയി ചെയ്യുക
നിനക്ക് കുത്തിയിരിക്കാനുള്ള സമയമല്ല, ഓടാനുള്ള സമയമാണ്. പോയി അറിയിക്കുക. അതിനാൽ അന്ന് യേശു നിഷേധിച്ചു എങ്കിൽ ഇപ്പോൾ യേശു പറയുന്നു, കം ആൻഡ് ചെക്ക്. എൻ്റെ വ്രണങ്ങളിൽ മുറിപ്പാടുകൾ നിങ്ങൾ വന്ന് നോക്കുക. ഭൂതത്തിന് ഇതുപോലെ മാംസവും രക്തവും ഇല്ല, വന്ന് നോക്കുക. എൻ്റെ ചൂടുള്ള കൈ ഒന്ന് ഫീൽ ചെയ്യുക. ഇവിടെ പറയുന്നു, സന്തോഷാധിക്യത്താൽ അവർ വിശ്വസിച്ചില്ല. ഇത് വലിയൊരു തമാശയാണ്. എപ്പോഴും സുവിശേഷത്തിൽ ഓരോ എക്സ്ക്യൂസസ് സുവിശേഷകന്മാർ കൂട്ടിച്ചേർക്കാറുണ്ട്. ഇവിടെ പറയുന്നു, അവരുടെ വിശ്വാസക്കുറവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് സന്തോഷം കൂടി പോയതുകൊണ്ട് വിശ്വസിച്ചില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഞാൻ പരീക്ഷയിൽ തോറ്റുപോകും എന്ന് വിചാരിക്കുകയും റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്താൽ നമുക്ക് ഉടനടി അത് വിശ്വസിക്കാൻ തോന്നുകയില്ല. എന്ന് പറഞ്ഞ പോലെ സന്തോഷം കൊണ്ട് അവർ വിശ്വസിച്ചില്ല. ലൂക്ക 22:45 പറയുന്നു, വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് യേശു പറഞ്ഞു, ഇനി നിങ്ങൾ ഉറങ്ങിക്കോ. 2-3 പ്രാവശ്യം വന്ന് നോക്കി, ഇവരുടെ ഉറക്കം മാറുന്നില്ല. അതിന് ഒരു എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുക, വ്യസനം നിമിത്തമാണ് അവരുറങ്ങിയത്. അതുപോലെ വേറൊരു മർക്കോസിൻ്റെ 14:40 പറയുന്നു, അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളതായിരുന്നു. നമ്മുടെ കണ്ണ് നിദ്രാഭാരമുള്ളതാകുമ്പോഴാണല്ലോ നമ്മൾ ഉറങ്ങുന്നത്. അത് പിന്നെ പ്രത്യേകം ഒരു എക്സ്ക്യൂസായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. എങ്കിലും സുവിശേഷത്തിലെ ഒരു സാധാരണ രീതിയാണ് എന്ന് മാത്രം പറയുക. സന്തോഷാധിക്യത്താൽ അവർക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല എന്നുള്ളത്. കർത്താവ് നമ്മൾ യോഹന്നാൻ്റെ 20:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ ഇതെല്ലാം വന്നതാണ്. കർത്താവ് അവരോട് ചോദിക്കുന്നു, ഈസ് ദെയർ എനിതിങ് എഡിബിൾ ഹിയർ? ഭക്ഷിക്കാൻ ഇവിടെ വല്ലതുമുണ്ടോ? അപ്പോൾ അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരുന്ന നേരമാണ്. ആരോ മിച്ചം വെച്ച ഒരു കഷ്ണം വറുത്ത മീൻ എടുത്തു കൊടുത്തു. കർത്താവ് അതവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. കർത്താവിനെ ഭക്ഷിക്കേണ്ട ആവശ്യമില്ല ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിൽ. എങ്കിലും യേശു താൻ ശരീരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, താൻ ഭൂതമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കർത്താവ് ഭക്ഷിച്ചു. ഇവിടെ പുരാതനമായ ചില ബൈബിൾ കൃതികളിൽ വറുത്ത മീൻ മാത്രമല്ല തേൻകട്ടയും ഭക്ഷിച്ചു എന്ന ഒരു റിമാർക്കുണ്ട്. നമ്മുടെ ആധുനിക ബൈബിളിലൊന്നും അത് വന്നിട്ടില്ല. എന്നാൽ ബൈബിൾ പഠിക്കുന്നവർക്കറിയാം ഇതിൻ്റെ വേരിയൻസ്. പുരാതനമായ ഈ ബൈബിൾ കൃതികൾ പല മാനുസ്ക്രിപ്റ്റ്സ് ചേർത്ത് വെച്ചാണല്ലോ ഇന്നത്തെ ബൈബിൾ ഉണ്ടായിരിക്കുന്നത്. ഒരു മാനുസ്ക്രിപ്റ്റ് വേറൊരു മാനുസ്ക്രിപ്റ്റിനോട് ചേരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സഭ ആധികാരികമായിട്ട് ചില കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ചിലതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു വേരിയൻ്റാണ് ഈ വറുത്ത മീനോടൊപ്പം തേൻകട്ടയും ഭക്ഷിച്ചു എന്നുള്ളത്. പക്ഷേ തേൻകട്ട, ബൈബിളിൽ തേൻ എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്. മാത്രമല്ല 2 ശമൂവേലിൽ സൗൽ രാജാവ് പറയുന്നു, യുദ്ധം ജയിക്കാൻ വേണ്ടി ഒരു ദിവസം പട്ടാളക്കാരോട് പറയുന്നു, നമുക്ക് ഉപവാസം എടുക്കാം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആരും യാതൊന്നും ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനെ അവർ തളർന്ന് വനത്തിലിരിക്കുമ്പോൾ ഈ സൗൽ രാജാവിൻ്റെ തന്നെ മകൻ, അവിടെ അടുത്തൊരു തേനീച്ചക്കൂടുണ്ടായിരുന്നു, അവന് വയറ് പരിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു, ഒരു വടി കൊണ്ട് ഈ തേനീച്ചക്കൂട്ടിൽ കുത്തി. അപ്പോൾ കുറേ തേൻ ഒഴുകി വന്നു. അവൻ ഈ തേൻ കഴിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തെളിഞ്ഞു എന്ന് ബൈബിളിൽ പരാമർശമുണ്ട്. അപ്പോൾ തളർന്നിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഒരു ക്വിക്ക് എനർജി കൊടുക്കാൻ തീർച്ചയായിട്ടും തേന് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ കണ്ണ് തെളിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇവിടെ പറയുന്നത്, നിയമം, പ്രവാചകന്മാർ, സങ്കീർത്തനങ്ങൾ ഇവ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്നെ പറ്റിയാണ്. ആദ്യകാലത്ത് ബൈബിളിൻ്റെ, ഹീബ്രു ബൈബിളിൻ്റെ പേര് ലോ ആൻഡ് പ്രോഫറ്റ്സ്,
തൊറ നബിയും. തൊറ എന്ന് പറഞ്ഞാൽ ലോ, നബിയും എന്ന് പറഞ്ഞ പ്രോഫറ്റ്സ്. അതിൻ്റെ കൂടെ പിൽക്കാലത്ത് ഒരു കാര്യം കൂട്ടിച്ചേർത്തു, കെത്തുബിയും. കിതാബ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ ബുക്കാണ് കിതാബ്. അതേ വാക്ക് തന്നെയാണ്, അതിൻ്റെ റൂട്ട് അത് തന്നെയാണ്. കെത്തുബിയും എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സ്. അപ്പോൾ നിയമം, പ്രവാചകന്മാരെ റൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ബുക്സ്. അതിൻ്റെ കൂട്ടത്തിലാണ് സങ്കീർത്തനങ്ങളെയും പെടുത്തിയിരുന്നത്. അപ്പോൾ യേശു പറഞ്ഞു ലോ, പ്രോഫറ്റ്സ്, സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം എന്നെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം യേശുവിനെ തിരിച്ചറിയാനായിട്ട് യേശു അവരുടെ കണ്ണുകൾ തുറന്നു എന്ന്. ഹി ഓപ്പൺഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ഉദാഹരണമായിട്ട് ഒരു കറുത്ത തുണിയിട്ട് എൻ്റെ മുഖം മറച്ചാൽ വളരെ നേരിയ രീതിയിൽ എനിക്ക് കാണാം എങ്കിൽ പോലും പ്രത്യേകിച്ച് രാത്രിയിൽ തട്ടി വീഴുമെന്നുള്ള തീർച്ചയാണ്. അതിനാൽ ഈ വെയിൽ, എൻ്റെ മുഖം മറയ്ക്കുന്ന ഈ വെയിൽ മാറ്റാതെ എനിക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതുപോലെ യേശു റിമൂവിങ് ഓഫ് ദ വെയിൽ അതാണ് നടത്തിയത്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സ് അവൻ തുറന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര വലിയ ബൈബിൾ സ്റ്റഡീസ് നടത്തിയാലും, എത്രായിരം പ്രാവശ്യം ബൈബിൾ വായിച്ചാലും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ട്. എത്രയോ സഭയിൽപ്പെടാത്ത ആൾക്കാർ ഒരു ബൈബിൾ കൈവശം വയ്ക്കുകയും എല്ലാ ദിവസവും വായിക്കുകയും ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം, മഹാത്മാഗാന്ധി 3 വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് എല്ലാ പ്രയർ മീറ്റിംഗ്സിലും വായിച്ചിരുന്നു. ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ. അങ്ങനെ പുറജാതികൾ പോലും ഈ ബൈബിളിനെ ഒരു ആരാധനാ വിഷയമായിട്ട് അല്ലെങ്കിൽ പവിത്രമായിട്ട് കണക്കാക്കുന്നു, വായിക്കുന്നു. they get some information, കുറേ ഡേറ്റ അവർക്ക് കിട്ടും. പക്ഷേ റിയൽ അണ്ടർസ്റ്റാൻഡിങ്, ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മനോരമ പത്രം രാവിലെ വായിക്കുന്നത് പോലെ ആരും ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കാരണം കർത്താവ് ഈ നമ്മുടെ മുഖം മൂടിയിരിക്കുന്ന ആ വെയിൽ എടുത്ത് മാറ്റണം. പരിശുദ്ധാത്മാവ് ഈ ബൈബിളിൻ്റെ മേൽ പ്രകാശം വീഴിക്കണം. കാരണം അവിടെയുള്ള ഓരോ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. കർത്താവിനെ വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് താക്കോൽ കൈവശമുള്ളവനായിട്ടാണ്. ഉദാഹരണം വെളിപാട് 3:7, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു. ഇത് ഒരു പ്രത്യേക അവതരണമാണ്. ദാവീദിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഭവനത്തിന്മേലുള്ള അധികാരമാണ്. വേറെ ആർക്കും തുറക്കാൻ സാധിക്കാത്തവണ്ണം അടയ്ക്കുന്നവൻ, വേറെ ആർക്കും അടയ്ക്കാൻ സാധിക്കാത്തവണ്ണം തുറക്കുന്നവൻ. അതിനാൽ യേശു ആണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വേണ്ടി തുറക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്രകാശം, എഫേസ്യർ ലേഖനം 5:14, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു ആകുന്ന വെട്ടം, ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ യേശു നിന്റെ മേൽ പ്രകാശിക്കുമ്പോഴാണ് നിനക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണിൻ്റെ മൂടി എടുത്തു മാറ്റണം. അപ്പസ്തോല പ്രവൃത്തി 9:17 അനനിയാസിൻ്റെ പക്കൽ എത്തുന്ന സാവുൾ, വിശുദ്ധ പൗലോസ്, അവനോട് പറയുന്നു, ദൈവം എന്നെ അയച്ചിരിക്കുന്നത് ദാറ്റ് യു മേ റിക്കവർ സൈറ്റ് ആൻഡ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിനക്ക് കാഴ്ച ഉണ്ടാകുന്നതിനും
നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനും വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. ഇത് രണ്ടും നമുക്കും ആവശ്യമാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ മേൽ വരണം. ഇനിയും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ സംബന്ധിച്ച് ഒരു മിഷൻ മാൻഡേറ്റ് നമുക്ക് ലഭിക്കുകയാണ്. ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. 24 ലൂക്ക 46-47 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ ജെറുസലേമിൽ നിന്നാണ് ഈ മിഷൻ പ്രവർത്തനം ആരംഭിക്കേണ്ടതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. കാരണം യഹൂദർ വഴിയാണ് രക്ഷ എന്ന വേദവാക്യമുണ്ട്. കാരണം ദൈവം യഹൂദ ജനതയെ തിരഞ്ഞെടുക്കുകയും ആ ജനതയിൽ തന്നെ ഒരു മിശിഹായെ തിരഞ്ഞെടുക്കുകയും ആ മിശിഹ വഴി ലോകത്തിന് മുഴുവൻ പാപപരിഹാരം നൽകുകയും ചെയ്തെങ്കിൽ ഈ യഹൂദ മതത്തിൻ്റെ കേന്ദ്രമായ ജെറുസലേമിൽ നിന്ന് ആരംഭിക്കണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള മിഷൻ പ്രവർത്തനം. അത് അങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചത്. പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു കഴിഞ്ഞപ്പോൾ നിരക്ഷര കുക്ഷികളും പേടിത്തൊണ്ടന്മാരുമായിരുന്ന അവർ എങ്ങനെ രൂപാന്തരപ്പെട്ടെന്നും അവർ ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി ഈ മുക്കുവര്, പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ പിടിച്ചടക്കി ഗലീലയിൽ നിന്ന് പോയ ഒരു മുക്കുവൻ പത്രോസ്, പൗലോസ് തീർച്ചയായിട്ടും മുക്കുവനല്ലായിരുന്നു, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു തീക്ഷ്ണമതിയായ ഒരു ആവേശമുള്ള ഒരു മിഷണറി ആയിരുന്നു വിശുദ്ധ പൗലോസ്. ഇവിടെ ഒരു വാഗ്ദാനം കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഒരു മാൻഡേറ്റ് ലഭിച്ചാൽ അതിനൊരു ശക്തി കൂടെ കിട്ടണം. നമ്മളോട് ഗവൺമെൻറ് ആകട്ടെ വേറെ ആരെങ്കിലും നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിനുള്ളൊരു ആധികാരിക പത്രം കൂടി നമുക്ക് ലഭിക്കും. ഇവിടെ പറയുന്നു, പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് ഒരു ആജ്ഞ ലഭിച്ചാൽ ആജ്ഞ നിറവേറ്റാനുള്ള ശക്തി കൂടെ നിങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ട് until you are clothed with the power from above, remain in this city, don't move. അത് ഇരിക്കണം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കത്തീസത്തെ എന്ന് പറഞ്ഞാൽ to be seated എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ 10 ദിവസം അവർ മാതാവിൻ്റെ അധ്യക്ഷതയിൽ കാത്തിരുന്നപ്പോഴാണല്ലോ പരിശുദ്ധാത്മാവ് വന്നത്. ഇവിടെ to be clothed എന്നാണ് പറയുന്നത്, ടു ബി ഇൻവെസ്റ്റഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ക്ലോത്തിങ്ങിൻ്റെ ഒരു ഭാഷയാണ് ഇവിടെ പരിശുദ്ധാത്മാ ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആര് മൂലവും ആർക്കു വേണ്ടിയും സർവ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടു, ആരിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ഈ പ്രയോഗം കൊളോസ്യർ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ആര് മൂലവും ആർക്കു വേണ്ടിയും സർവപ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് യേശുവാണ്. ആരിലാണ് സമസ്തവും നിലകൊള്ളുന്നത്? യേശുവാണത്. ഈ ക്രിസ്തുവിനെ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ വന്ന് നമ്മുടെയൊക്കെ ആയുസ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് 70, ഏറിയാൽ 80. ചുരുക്കം ചിലരൊക്കെ അതിനപ്പുറം പോകുമെങ്കിലും അതെല്ലാം കഷ്ടപ്പാടും രോഗവും പ്രയാസങ്ങളും. അപ്പോൾ നമ്മുടെ ജീവിതം 70, ഏറിയാൽ 80 എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ആ യേശുവിനെ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ട്രാജഡി ഓഫ് ലൈഫ്. അതിനാൽ നമ്മുടെ മിഷൻ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ് അല്ല, ഇറ്റ്സ് എ കമാൻഡ്. ആ ആജ്ഞ നമ്മൾ നിർവഹിച്ചേ പറ്റുള്ളൂ. കർത്താവിനെ അറിയാത്ത കോടാനകോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവരെല്ലാവരും അവൻ്റെ നാമത്തിൽ അനുതാപത്തിലൂടെ രക്ഷിക്കപ്പെടാനുള്ളവരാണ്. ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ അതിർത്തികളോളം
ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ജീവൻ നൽകി എന്നുള്ള സദ്വാർത്ത വേറൊരു മതവും പഠിപ്പിക്കുന്നതല്ല. അത് വാസ്തവികമായിട്ട് റിയാലിറ്റിയാണ്, ചരിത്രപരമായ വസ്തുതയാണ്. ഇത് ഐതിഹ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന് അത് ബോധ്യപ്പെടും നമ്മൾ ശരിയായി അവതരിപ്പിച്ചാൽ. അതിനാൽ ഈ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഈ സീസണിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ ഉത്ഥാനം പ്രഘോഷിക്കുവാൻ ദൈവം നമ്മളെ അയച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് സമാപിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.